ഹലോ, ഇതാണ് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ. അത് എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നത്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്, ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അതും ഒറ്റയ്ക്ക് ആരും പരിചയമില്ലാത്ത ഒരാൾ പോലും ഇല്ലാതെ ഞാൻ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. എയർപോർട്ടിനുള്ളിലെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഞാൻ അധികം കുറേയൊക്കെ യൂട്യൂബ് ചാനൽ നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അങ്ങനെ പഠിച്ചു വെച്ചതായിരുന്നു. അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തു. വെയിറ്റ് നോക്കുക എന്നുള്ളൊരു അതിസാഹസികമായ കടമ്പയൊക്കെ നമ്മൾ കടന്നു. അതിലൊക്കെ നമ്മൾ പാസ്സായിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തി. കുറച്ച് നേരം അവിടെ വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. ഗൾഫ് എയർ ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. നമുക്ക് ബഹ്റിനിലൊരു 3 മണിക്കൂർ ലേവറും കൂടി ഉണ്ടായിരുന്നു. രാവിലെ 5:30 ഫ്ലൈറ്റ്. വീട്ടിൽ നിന്ന് നമ്മളൊരു 12:30 ആയപ്പോൾ തന്നെ ഇറങ്ങി. ഒരു 2 മണിയാകുമ്പോഴത്തേനും നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. സീറ്റിൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു. ഒരു ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലൊരു സ്ക്രീൻ ഉണ്ട്. നമുക്ക് കുറച്ച് ഫിലിം ഉണ്ട്. അത് പിന്നെ ഗെയിം ഉണ്ട്. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആദ്യമൊക്കെ എയർ ഹോസ്റ്റസ് ഇങ്ങനെ നിന്ന് ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മുടെ സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ കാണിക്കുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടില്ലേ. പക്ഷെ ഇതൊക്കെ സ്ക്രീനിലായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. നമുക്ക് നല്ലൊരു സൺറൈസിൻ്റെ ടൈമിലായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ആകാശത്ത് എത്തിയത്. അപ്പോൾ നല്ല അടിപൊളി ഒരു സൺസെറ്റ് അല്ല, സൺറൈസ് കാണാൻ പറ്റി. ഞാൻ കുറച്ച് നേരം ഫിലിമൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. ഏതൊക്കെ ഫിലിമുണ്ട് എല്ലാം ഞാൻ തപ്പി നോക്കി. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ടേബിൾ അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് ഉള്ള ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വെജ് ഓപ്റ്റ് ചെയ്യാം, നോൺ വെജ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നോൺ വെജാണ് സ്വാഭാവികം എടുത്തത്. അതിൽ നമുക്കൊരു ഓംലേറ്റ് ഉണ്ടായിരുന്നു, സോസേജ്, പിന്നെ ഒരു മഷ്റൂം, പിന്നെ ഒരു ബണ്ണ്, കേക്ക്, പിന്നെ നമുക്ക് ബട്ടർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വെള്ളം ഒരു കുഞ്ഞി ബോട്ടിലല്ല, ഒരു പാത്രത്തിലായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കോഫിയോ ടീയോ ജ്യൂസോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ അതും കിട്ടും. അങ്ങനെ വീണ്ടും നമ്മൾ ഗെയിമൊക്കെ കളിച്ചിങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ബഹ്റിനിൽ ലാൻഡ് ചെയ്തു. നമ്മുടെ ആകാശത്തു നിന്നുള്ള ഒരു വ്യൂ കാണാനൊക്കെ നല്ല നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ബഹ്റിനിൽ ഒരു 3 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് നമ്മുടെ ഗേറ്റൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു. അവിടെയും കുറച്ച് സെക്യൂരിറ്റി ചെക്ക് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബഹ്റിൻ എയർപോർട്ടൊക്കെ ഫുള്ളൊന്ന് ചുറ്റി കണ്ടു. എന്നിട്ട് നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഗേറ്റിൽ പോയിരുന്നു. അങ്ങനെ അടുത്ത് നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ഫ്ലൈറ്റാണ്. അത് നമ്മൾ ഒരു ഉച്ച സമയത്ത് കയറിയോണ്ട് തന്നെ നമുക്ക് ലഞ്ച് ആ ഫ്ലൈറ്റിൽ നിന്നായിരുന്നു. ലഞ്ചിന് ഞാൻ വീണ്ടും നോൺ വെജ് തന്നെ ചൂസ് ചെയ്തു. അതിലൊരു റൈസ്, പിന്നെ കുറച്ച് ചിക്കൻ, പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു, പിന്നെ ബണ്ണുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു നമുക്ക് അങ്ങോട്ട് എത്തിക്കിട്ടാൻ ബുദ്ധിമുട്ട്. 7 മണിക്കൂർ ഇരിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ എത്തി. ഇമിഗ്രേഷൻ്റെ അവിടെയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പക്ഷെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം നേരം അവിടെ വെയിറ്റ് ചെയ്തു. നമ്മളെ കൊണ്ടുപോകാൻ ഹഫ വന്നിട്ടുണ്ടായിരുന്നു. ഹഫ ഫാൻസിന് എല്ലാവർക്കും കമൻറ്റ് ബോക്സിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ നേരെ റൂമിലോട്ട് പോയി. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.